തിങ്കളാഴ്ചയാണ്. അപ്പം എല്ലാവരും പോയി, എല്ലാവരും ഓഫീസിലും സ്കൂളിലും ഒക്കെ പോയി. അപ്പം ഞാൻ ചോദിച്ചു വീടാകെ അലങ്കോലൊക്കെ കിടക്കുക. ശരി ഞായറും കഴിഞ്ഞല്ലേ, മോനൊക്കെ വീട്ടിൽ തന്നെ നല്ല 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. അപ്പം എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. അപ്പം ഫുള്ള് ഇവിടെ തന്നെയായിരുന്നു. അപ്പം അവൻ്റെ ഓരോ കളികളായിരുന്നു. ഞാനത് കാണിച്ചു തരാം, ആ ബിഫോറൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കൊന്നൊരു ഡീപ്പ് ക്ലീനിങ് ആണ്. പിന്നെ കുറച്ച് മാറാലിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കൂടി ക്ലീൻ ചെയ്യുന്നൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ മാറാലി കാര്യങ്ങളൊക്കെ തട്ടിമുട്ടിലാക്കാനും പിടിക്കാനും എല്ലാം ഉണ്ട്. ഒരുപാട് ജോലികളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കുന്നതും ക്ലീനിങ് ചെയ്യുന്നതും ഒക്കെ ഒന്ന് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ തുണി കഴുകാനുണ്ട്. പിന്നെ അടുക്കളൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്തതിന് ഇനി അടിച്ചു വാരി തുടയ്ക്കേണ്ടതാ. ഇത് ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഈ വീഡിയോയിലൊന്ന് കാണിക്കുന്നത്, ഇത് നമ്മുടെ ക്ലീൻ ചെയ്യുന്നൊരു റോബോട്ടാണ്. അതായത് വാക്വം ക്ലീനർ പോലെയുള്ളൊരു ക്ലീൻ ചെയ്യുന്നതാണ്. ഇത് എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വേഗം ക്ലീനിങ്ങിലേക്ക് പോകാം.
ബാക്കിയെല്ലാം ഞാൻ ഇവിടുന്ന് മാറ്റും. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഒരു റോബോട്ടില്ലേ അതിനിവിടെ വെക്കുക ചെയ്യുക. അപ്പം അത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് നമുക്ക് പൊടിയൊക്കെ പോയി കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഇവിടെ അടുത്തുള്ള ചെയറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ ഇത് വെക്കാം. ഞങ്ങൾ അതിനെ കല്യാണി എന്നാട്ടോ ഒരു പേരിട്ടത്. അപ്പം ഞാനിനി അങ്ങോട്ടേക്ക് വീഡിയോയിൽ അതിനെ മെൻഷൻ ചെയ്യുക കല്യാണി എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആരും കൺഫ്യൂസ്ഡ് ആവരുത്. ഞാൻ കല്യാണീനെ വെക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ കല്യാണീനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാനൊന്നുമില്ല, ഇതിൻ്റെ സൈഡിലൊരു ബട്ടൺ ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യാം. ഓണായി. അതിന് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഈ കട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കുറച്ച് നീക്കിയിട്ടുണ്ട്. ഇനി ഇതങ്ങനെ പോയിട്ട് ക്ലീൻ ചെയ്യും. ഇതാകുമ്പോൾ ഒരു ചെറിയ പൊടി ഉണ്ടെങ്കിൽ അതുവരെ ഇത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും കേട്ടോ. അങ്ങനൊരു ഗുണമുണ്ട്. പിന്നെ ഇതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ അവൾ ക്ലീൻ ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഭാഗങ്ങൾ നോക്കാം. അപ്പം മൊത്തം ഞാൻ ഇങ്ങോട്ടേക്ക് വാരിയിട്ടാട്ടോ. ഇനി അപ്പോൾ നമുക്കിനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഡൈനിങ് ഹാൾ ഈ ഒരു ഭാഗം വേഗം ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് മെഡിസിൻ ഉണ്ട്. എല്ലാം എളുപ്പത്തിലെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാട്ടോ വെക്കുന്നത്. ഈ പൂ എല്ലാവരും കുറച്ച് കണ്ടിട്ടുണ്ടാവും. ഞാൻ നവരക്കേൻ്റെ ഇതിൽ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു പൂവാണ് ഞാൻ വെക്കാറ്. അതുപോലെ ഈ ഒരു പൂ ഞാൻ വെക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ ഈ പൂ വെക്കാറുള്ളൂ. കൂടുതൽ അതാണ് വെക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാക്കി ക്ലീനിങ്ങിലേക്ക് പോകാം. സ്വന്തം സൊല്യൂഷൻ വെച്ചിട്ടാണ്. ഓൾറെഡി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് സൊല്യൂഷൻ. ഇനി ഞാൻ ചോദിക്കുന്നത് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാനുണ്ടാവും. അപ്പം നമ്മുടെ കല്യാണിയുടെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഓക്കെ, ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ തുടയ്ക്കാം. ഇവിടെ തുടച്ചിട്ട് സാധനമൊക്കെ അങ്ങോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്കിനി ഇവിടെ തുടയ്ക്കാം. ഇവിടെയും സാധനങ്ങളൊക്കെ മാറ്റിയിരിക്കുന്ന കുറച്ച് സോഫയും കൂടി ഉണ്ട്. അത് ഭാഗത്തേക്ക് മാറ്റാൻ വേണ്ടി സ്ഥലമില്ല. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഒന്ന് ജസ്റ്റ് ഒതുക്കിയിരിക്കുന്നു. ഈ കല്യാണി ഞാനിവിടെ ഓണാക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് ക്ലീൻ ആക്കുന്നതിനനുസരിച്ച് ഞാൻ നീക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം.
ഇവിടെ ഒരു 2 പ്രാവശ്യം ഞാൻ ഇവിടെ തുടച്ചു. ഇനി ഒരു പ്രാവശ്യം കൂടി ഒന്ന് 8 പ്രാവശ്യം കൂടി തുടച്ചാൽ ഈ ഒരു ഭാഗം ക്ലിയറായി. പിന്നെ ഇതാ ആ ഭാഗം കൂടി ഉണ്ട്, അതും ഒന്ന് നമുക്ക് വേഗം തീർക്കാം. സമയത 1 മണിയാവാനായി, 12:45 നമ്മുടെ ടൈം മൊത്തം ഈ ഒരു ക്ലീനിങ്ങിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് വേഗം തീർക്കാം നമുക്ക്. അത് അവിടെയൊക്കെ ക്ലീൻ ചെയ്തു, കല്യാണിനെ വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് തുടച്ചെടുക്കാം. അതും ഒന്ന് വേഗം ചെയ്താട്ടെ. ഫുൾ ക്ലീനിങ് കഴിഞ്ഞു. ഇപ്പോൾ സമയം ഒക്കെ കാണുന്നുണ്ടോ? സമയം 1 മണിയാവാനായി. നീണ്ടൊരു ക്ലീനിങ് ആയിരുന്നു. ഒരു 10:30 തുടങ്ങിയതാണ് നമ്മൾ ഈ ക്ലീനിങ്. പക്ഷെ ഞാൻ ക്ഷീണിച്ചു. ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം. പിന്നെ ഒരു പണിയും കൂടി ഉണ്ട്, അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഒരു റൂം ഫ്രഷ്നർ അടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാധാ പെർഫ്യൂമില്ലേ അതൊന്ന് ജസ്റ്റ് നമ്മൾ ഈ ഫാനൊക്കെ കറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെ ഒന്ന് ഞാൻ സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു നല്ല സ്മെല്ലായിരിക്കും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാം കേട്ടോ. അത് നല്ല ഇതായിരിക്കും. റൂം ഫ്രഷർ ഉണ്ടെങ്കിൽ റൂം ഫ്രഷർ അടിക്കാം, അല്ലെങ്കിൽ നമുക്കിത് ചെയ്യാം. ഞാൻ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.